പറയാൻ വേണ്ടിയിട്ട് ഭരണതലത്തിൽ നിന്നാണ് എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ നല്ല വാക്കുകൾ കേൾക്കാം നമുക്ക്. നമ്മുടെ നഗരപിതാവ് എല്ലാവർക്കും അറിയാം, ഗുരുവായിട്ടും തന്നെ എല്ലാം തുടങ്ങും മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ വേറെ ഔപചാരികതയൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് ആശീർവാദം നൽകാൻ, ആശംസകൾ തരാൻ ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കും. 7:30 മുമ്പ് എത്തി. ഇന്ന് നമ്മൾ ഭാരതീയർ ഒരു സങ്കടപ്പുഴക്കരയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വലിയ ദുരന്തം ഒഡീഷയിലുണ്ടായി. നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പേർ നമ്മെ വിട്ടുപിരിക്കും. പക്ഷെ ആ സങ്കടക്കടലിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു വലിയ കിരണം ഇന്ന് ഇവിടെ ഉയർന്നു പോകുന്നുണ്ട്. ഇത് ഒരു മഹാദുരന്തം അതിജീവിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ. ഒരു കുടുംബത്തിലെ 9 ജീവനുകളാണ് അപഹരിക്കപ്പെട്ടത്. അവർക്ക് നീന്തൽ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ദുരന്തം അത്ര ഭീകരമാകുമായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ദുഃഖത്തിൻ്റെ നിഴലിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ട്. ബോട്ട് അപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മഹാകവിയുടെ വീണപൂവെന്ന കവിതയുടെ അവസാനം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സാധ്യമെന്ത് കണ്ണീരിനാണ്, അവന് വാഴ്വ് ഇതാവ് കഷ്ടം. അങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. സങ്കടക്കടലിന് നടുവിലും ഒരു സന്തോഷത്തിൻ്റെ കിരണം ഉയർന്നു പോകുന്നു. അത് സജീവ് വാളശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള ഈ അപൂർവമായ സംരംഭമാണ്. ഇന്ന് ഈ പുഴ നീന്തിക്കടന്നത് 140 പേരാണ്. ഇത് റെക്കോർഡാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ആളുകൾ തലങ്കം വിരന്ന് നടക്കുന്നു, പാട്ട് പാടുന്നു, ആളുകൾ രസിക്കുന്നു. ഒരു ഉത്സവ പ്രതീതി എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ വളരെ നേരം വരുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. എല്ലാവരും ചെറുപ്പത്തിലെ തന്നെ തങ്ങളുടെ കുട്ടികളെ ഈ നീന്തൽ പഠിപ്പിക്കണം. കാരണം അതൊക്കെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നുള്ള മോചനമാകാനാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ ഇന്നിവിടെ ഈ മാലയിട്ടതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കുരുന്നുകൾ പുഴ നീന്തി കടന്നു വന്ന അജയ്യരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. ഈ ദുരന്തത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, നാളെ നിങ്ങൾ ഭാരതത്തിൻ്റെ അഭിമാന താരങ്ങളായി മാറുന്ന ഒരു അവസരവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒളിമ്പിക്സിൽ, ഏഷ്യാഡിൽ, നാഷണൽ മത്സരങ്ങളിലൊക്കെ നിങ്ങൾ സ്വർണം നേടുന്ന താരങ്ങളായി മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്കതിന് കഴിയും. അതിനൊക്കെ നിസ്വാർത്ഥമായ സേവനമാണ് സജി നൽകുന്നത്. സജി എനിക്ക് വളരെ വർഷങ്ങളായി പരിചയമുള്ളയാളാണ്. 2 കൈയും 2 കാലുമില്ലാത്ത ഒരു കൊച്ചു കുട്ടിയെ ഞാനത് നേരിൽ കണ്ടതാണ്. സജി ആരുടെയും സഹായമില്ലാതെ ഈ പുഴ നീന്തി കടത്തി. അതൊരു അത്ഭുതമായിരുന്നു. ആ അത്ഭുതം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള സജി വാളശ്ശേരി ദീർഘനാൾ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സജിക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. എന്താവശ്യത്തിനും ആരും ആ നഗരസഭ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. വാക്കുകൾക്ക് ഒരുപാട് നന്ദി ശ്രീ ജോൺ സാർ. ജോൺ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം തുടക്കം മുതൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ജോൺ സാർ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ നീന്തൽ പഠനം ആരംഭിച്ചത് തന്നെ സാറ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കൂടെ എന്നും നമ്മളിൽ ഒരാളായി നിൽക്കുന്ന നമ്മുടെ ജോൺ സാറിനെ ഞാൻ ഹൃദയപൂർവ്വം നമ്മുടെ ക്ലബിന്റെ ഈ അവസാന സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ജില്ലാ ചെയർമാനായി 4 വർഷത്തോളം പ്രവർത്തിക്കുകയും KPCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരിക്കുന്ന നമ്മുടെ ജോൺ സാർ ഇപ്പോൾ ആലുവ നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നമ്മുടെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ഹർഷിൽ ആർ മീന സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
2022 മുതൽ ചുമതല നിർവഹിക്കുകയാണ്. രാജസ്ഥാൻ സ്വദേശിയായ അദ്ദേഹം 2021 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. 2018 ഡൽഹി IIT-യിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചലർ ഡിഗ്രി നേടിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം നമ്മുടെ സമാപന പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആലുവ എസ്ഐയായിട്ടുള്ള അനൂപ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ നിൽക്കുന്ന ഉഷ ബിന്ദുമോൾ മേഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരാഴ്ച മുന്നേ നമ്മുടെ പറവിൽ വന്ന നമ്മുടെ പറവിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വീക്ഷിക്കുകയും നമ്മളോടൊപ്പം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ബിന്ദുമോൾ മാം. ഡെപ്യൂട്ടി കളക്ടർ ആയിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കൊച്ചിയിലെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് മാം സേവനം ചെയ്തു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ വന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കാണുകയും നമ്മുടെ ഈ സമാപന പരിപാടിയിലേക്കുള്ള എല്ലാ സഹായവും നമുക്ക് ചെയ്തു എന്ന വ്യക്തിയാണ് മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിൽ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ നമ്മുടെ സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോട് കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ വേദിയിൽ നിൽക്കുന്നത്. എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് നമ്മുടെ ഈ സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്വാഗതം ചെയ്യാനുള്ളത് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. കനത്ത മഴയും മറ്റ് തടസ്സങ്ങളുമെല്ലാം നമുക്ക് നേരിടേണ്ടി വന്നെങ്കിലും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ സമാപന പരിപാടി വളരെ ഭംഗിയാക്കുന്നതിന് നിങ്ങളുടെ സാന്നിധ്യം വളരെ വലുത് തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മുടെ ഈ സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സജി വാളശ്ശേരി സാറിനെയാണ്. അന്നത്തെ കാറ്റും കോറും പേമാരിയും കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. ഇന്നത്തെ പ്രകടനത്തിനെ അത് കാര്യമായി ബാധിക്കുമോ എന്നൊരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സജി സാർ ഇന്നലെ വളരെ സമാധാനത്തോടെയാണ് ഇറങ്ങിയത്. കാരണം എത്ര വലിയ കാറ്റും കോറും വന്നാലും ഏത് പേമാരിയും ഏത് കുത്തൊഴുക്കും വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യാനായിട്ട് തന്റെ കുഞ്ഞുമക്കളെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ടോ എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥം ഇന്ന് നമ്മൾ കാണുകയും ചെയ്തു. അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആലുവക്കാരുടെ സ്വന്തം മലയാളിയുടെ അഭിമാനം, ഞങ്ങളുടെ നാട്ടുകാരൻ, നമ്മുടെ ദേശക്കാരൻ, നമ്മുടെ രാജ്യത്തെ വ്യക്തി എന്ന നിലയിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം സജി സാറിനെ ഞാൻ ഞങ്ങളുടെ ഈ സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ ഹർഷി സാറിനെ സ്വാഗതം ചെയ്യുന്നു. It gives me immense joy, and I would first of all like to congratulate all the participants who have successfully passed. I would also like to congratulate their parents, who must be equally proud and happy. It's their perseverance also. I can see each of them carrying the small leaflets that they got from across the shore, proving that they have crossed the river successfully. It is a marker of your skill, your determination, and your ability that you have been able to accomplish a significant feat which most of the people cannot. It is really impressive that all the students were taught in a record time of less than 1.5 months, and that almost 1,600 students, participants were taught swimming, and 130 of them could today successfully complete this feat. They are from age groups of as small as 8 years to as high as 70 years. So it shows the ability of the coaches, and this is also an inspiration of sorts to all the students, all the children that are there across our state, to take inspiration from them to become safe from water. And my best wishes to all of you. I hope you continue swimming in future also. Thank you. അടുത്തതായി നമുക്ക് സന്ദേശം നൽകുന്നതിനായി ഡോക്ടർ ജോത്സ്ന നായറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലാ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് മാഡം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഇതുപോലെ സജ്ജമാക്കുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിനെല്ലാം മാഡം നമ്മളെ ഒത്തിരി സഹായിച്ചു. മാഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഷബിന്ദുൽ മോഹൻ മാഡം, വല്ലശ്ശേരി ക്ലബ്ബ്, മധു, ഇവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ കുഞ്ഞു കുരുന്നുങ്ങളുടെ കൂടെ ഇന്ന് വന്ന അവരുടെ പേരൻസ്, അവരുടെ ഫാമിലി, അവരെ പരിശീലിച്ച ഡോക്ടർ സജി സാറ്, എല്ലാവർക്കും എൻ്റെ
നല്ല ആശംസകൾ അറിയിക്കുന്നു. Respected honorable guests and dignitaries on the stage and off the stage. So today is a great moment. I would like to congratulate each and everybody, participants and coaches and all other parents too. It takes a great effort to bring up their children to this extent. I'm so scared of swimming, so I will take this as a chance to come to Mr. Saji Balacheri and learn swimming at this age. Okay. Yeah, sure. So happy happy swimming, I should say, and thank you so much. വേദിയിലിരിക്കുന്ന ബഹുമാനിയുടെ പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളാശ്ശേരിയിൽ റിവർ സ്വിമ്മിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ സജി വളാശ്ശേരി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഇന്ന് ഇവിടെ 147 കുട്ടികളുടെ നമ്മൾ ആലങ്കാരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അരങ്ങേറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. എല്ലാവരും വളരെ സക്സസ്ഫുള്ളായിട്ട് നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാലത്തുനിന്ന് താഴേക്ക് ചാടി ഒത്തിരി ആൾക്കാർ മരിക്കാറുണ്ട്, സൂയിസൈഡ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആർക്കും നീന്തൽ വശമില്ലാത്തതുകൊണ്ടാണ്. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ ആണ് ചാടുന്നതെങ്കിലും നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ തനിയെ നീന്തി രക്ഷപ്പെടും. അതിനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മുങ്ങി മരണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ആൾക്കാരുടെയൊക്കെ മരിച്ച ആൾക്കാരെയൊക്കെ മുങ്ങിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ലൈഫിൽ വളരെയധികം വേദനിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇവിടെ അതല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഒരു മുങ്ങി മരണം പോലും ഉണ്ടാകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 147 കുട്ടികളെ നീന്തൽ പരിശീലനം കൊടുത്തു. ഇനിയും ഒരുപാട് പേര് നീന്തൽ പഠിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരണം. നീന്തൽ ഇതൊരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മാത്രം കണ്ട് പരിശീലനം ഇവിടെ നിർത്താതെ ഇനിയും മുന്നിലേക്ക് പോയി ഒരുപാട് നീന്തി ഇതിൻ്റെ ഒരു സ്പോർട്സ് ഇനമായി കണക്കാക്കി അത് നമ്മൾ അതിലൂടെ നമ്മുടെ നാടിൻ്റെ യശസ് ലോകമെമ്പാട് അറിയിക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ഈ വളാശ്ശേരിയിൽ റിവർ സ്വിമ്മിംഗ് ക്ലബിനും പിന്നെ സജീവ് വളാശ്ശേരിക്കും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി. പ്രിയങ്കരനായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം ഒ ജോൺ അവர்கள், പ്രിയങ്കരന സജീവ് വളാശ്ശേരി, ബഹുമാന്യ ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, സജീവ് വളാശ്ശേരിയുടെ ക്ലബ് അംഗങ്ങളെ, കൂടുതലായി ഒരു ആശംസയിലേക്ക് പോകുന്നില്ല. സജീവ് വളാശ്ശേരിക്ക് ഇതിനൊരു പ്രചോദനം വരുന്നത് നാം ഓർക്കുന്നു. തേക്കടി ബോട്ട് അപകടവും തട്ടേക്കാടും ഒക്കെ ഉണ്ടായ ആ മഹാദുരന്തം മനസ്സിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും നാടിനു വേണ്ടി ചെയ്യണമെന്ന ഒരു മാനസികാവസ്ഥ മനസ്സിൽ വളരുകയും അങ്ങനെ 2010 കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളൊക്കെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് സജീവ് വളാശ്ശേരി ബടവുമായി സ്വന്തം 5:30 മണിക്ക് വന്ന് കയത്തിൽ കയറിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതിരാവിലെ പുഴയിൽ വന്ന് ഒരു പ്രതിഫലവുമില്ലാതെ ആയിരക്കണക്കിന് കുട്ടികളെയാണ്, ആയിരക്കണക്കിന് പ്രായം ചെന്നവരെയാണ്, ആയിരക്കണക്കിന് നീന്തുവാൻ ആരോഗ്യമുള്ളവരെയാണ് പ്രിയങ്കരനായ സജി ഇന്ന് ഏത് നദിയിൽ പോയാലും പുഴയിൽ പോയാലും നീന്തിക്കയറുവാൻ ആത്മധൈര്യം കൊടുത്തുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് കുട്ടികളെയും അതുപോലെ രക്ഷിതാക്കളെ അടക്കം ഈ പെരിയാറ്റിൽ നീന്തൽ പഠിപ്പിച്ച് ഇന്ന് രംഗത്തേക്ക് വിട്ടിട്ടുള്ളത്. തീർച്ചയായും നമുക്ക് നീന്തൽ പഠിക്കുന്നത് വലിയൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ഇത് സജിയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര പേരാണ് ഇന്ന് ഈ പേരിൽ തന്നെ ജോലിയെടുത്ത് ജീവിക്കുന്നത്. ഞാൻ കുറച്ചു പേരുടെ അറിഞ്ഞു. 10,000-കണക്കിന് രൂപയുടെ ശമ്പളം വാങ്ങി ഇവിടെ നീന്തൽ പഠിപ്പിച്ച് മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിലുമായി ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ അതുവഴി ജീവിക്കുന്ന എത്രയോ പേരാണ് ഈ സ്വിമ്മിംഗ്
പ്രാക്ടീസിന് ശേഷം അവർക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, കിട്ടിയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. നമുക്കറിയാം, ഇവിടെ തൊട്ടടുത്താണ് ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ദ്വീപ്. അവിടെ എത്രയോ ചെറുപ്പക്കാർ, അവിടെ ഒരാളുടെ പേര് നിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരുപാട് ചെറുപ്പക്കാർ എത്രയോ പേരാണ് രക്ഷിച്ചത്. നാം ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടില്ലേ, ആലുവ പെരിയാറിലെ നടപ്പാലത്തിൽ താഴെ വീണ, അങ്ങനെ പല മേഖലയിലും വീണ ആളുകളെ രക്ഷപ്പെടുത്തി. മുങ്ങൽ വിദഗ്ധർക്ക് പോലും അവിടെ മുങ്ങി മരിച്ചുപോയവരെടുക്കാൻ കഴിയാത്ത തലത്തിൽ പോലും ആ കുഞ്ഞുണ്ണിക്കര ഉളിയന്നൂർ ഭാഗത്തുള്ള യുവാക്കൾ നടത്തി. അപ്പോ ഇത് പഠിച്ചാൽ മറ്റുള്ളവർക്കൊരു സഹായമാകുന്ന, മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുന്നതും കൂടി ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുകൊണ്ട് ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും സജിയുടെ ഈ പ്രവർത്തനങ്ങൾ നാടിന് കൂടുതൽ ഉണർവും കൂടുതൽ ഇതുപോലെ നീന്തൽ പഠിക്കുന്ന ആളുകളെ നീന്തൽ പഠിപ്പിച്ച് രംഗത്തിറക്കാനുള്ള ഇനിയും അതിദൂരം എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തന്റെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. റെസ്പെക്റ്റഡ് ചെയർമാൻ സജി ആശാൻ, ഡെപ്യൂട്ടി കളക്ടർ ആൻഡ് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, ഇത് വളരെ അഭിമാനമായ ഒരു നിമിഷമാണ്. ആക്ച്വലി സൈചേട്ടൻ്റെ അടുത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു കടവിലേക്ക് വരണം, വന്ന് നമുക്കൊന്ന് ആൾക്കാർക്ക് ഒരു നീന്തൽ കോച്ചിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരികയും ഈ ഒരു ഏരിയ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആക്കി തരികയും ചെയ്തു. സത്യത്തിൽ ഇത് ഒരു 3 years മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പേടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം കുറേയേറെ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വരികയും അതുപോലത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു സത്യത്തിൽ ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ആലോചിച്ച് കുറെ ടെൻഷനായി നമ്മൾ പോലീസുകാരായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പക്ഷെ അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു നമ്മൾ സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയും സാറ് നമുക്കതൊരു വരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഏത് സമയത്തും 24/7 നമുക്ക് ഇവിടെ വന്ന് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയി മാറ്റി എന്നുള്ളതാണ് സൈജാന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇപ്പോൾ ഞാൻ പലരും നമ്മളോട് പറയാറുണ്ട്, ഇവിടെ ഒരു ഏത് ടൈമിലും നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാനും വളരെ ധൈര്യമായിട്ട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം ആയിട്ടുണ്ട്, ഈ ഒരു ഏരിയ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ഫസ്റ്റ് താങ്ക് യു സർ. ആൻഡ് പിന്നെ പറയാനുള്ളത്, നമുക്ക് ഇവിടെ ഒരു കുറച്ചും കൂടി ഡെവലപ്മെന്റ് പറഞ്ഞത് ഞാൻ വിനീതമായി ചേർന്ന സാറിൻ്റെ അടുത്തൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്രയേറെ ആലുവയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇത്രയും ഗ്യാതറിംഗ് ആയിട്ടുള്ള ഫാമിലി ഗ്യാതറിംഗ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഏരിയ നമ്മുടെ ആലുവ ടൗണിൽ വളരെ കുറവാണ്. സോ ഇതൊരു നല്ലൊരു പ്ലേസ് ആണ് എന്നെനിക്ക് തോന്നുന്നു. സോ ഐ പേഴ്സണലി റിക്വസ്റ്റ് സാർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Then again, ഇന്ന് നൽകി വന്ന എല്ലാ പിള്ളേർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് once again I thank you very much. ആദരണീയനായ ജോണേട്ടൻ, ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ ഹർഷമീന സർ, വൈസ് ചെയർപേഴ്സൺ സഞ്ജി മാഡം, ഏറ്റവും പ്രിയപ്പെട്ട സജി വാളശ്ശേരി, പോലീസ്, ഹെൽത്ത് അതോറിറ്റീസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഫ്രാങ്ക്ലിൻ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ആലുവാക്കാരിയല്ലേ, എൻ്റെ കടമയുള്ളൂ അത്. എനിക്കിപ്പോൾ തോന്നുന്നത്, ഞാൻ ഈ സജി വാളശ്ശേരിയുടെ സ്വിമ്മിംഗ് ക്ലബിൻ്റെ ആക്ടിവിറ്റീസായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വളരെയധികം താമസിച്ചു എന്നൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ അമ്പാട്ടുകാവാണ് എൻ്റെ സ്വദേശം. ആലുവയിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും. ഞാനിപ്പം ഹർഷൻ മീന സാറിന് പറയാമായിരുന്നു, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ പത്രത്തിൽ വായിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ പേരാണ് ജോണേട്ടൻ. അങ്ങനെയുള്ള ഞാൻ ആലുവയിൽ ഇങ്ങനൊരു പരിപാടി ഉള്ളപ്പോൾ പൂർണ്ണാത്മന സഹകരിക്കുകയല്ലേ വേണ്ടത്. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു പാർട്ട് ഓഫ് ഓർഗനൈസിങ് ദിസ് ഈവൻറ്റ്. ഇപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു പോലീസ്, ഫയർ, ഹെൽത്ത്,
എല്ലാ മുനിസിപ്പാലിറ്റി, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഈ ഇവന്റിന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ജില്ലാ തലത്തിൽ തന്നെ നിർദ്ദേശം നൽകി. സാധാരണ നമ്മൾ ലോക്കൽ ഈവന്റുകൾ ഇപ്പോൾ പല വള്ളംകളികളും മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധയിൽ വരാറുണ്ട്. അപ്പം നമ്മൾ ലോക്കലി ആണ് ഇൻഫോം ചെയ്യുന്നത്. ലോക്കൽ തഹസിൽദാർ, ലോക്കൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അങ്ങനെയാണ്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഈ ഇവന്റിന് ഞങ്ങൾ ജില്ലാ തലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ, SP, എറണാകുളം റൂറൽ SP, ഡിസ്ട്രിക്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. കാരണം വി വാണ്ടഡ് എ പ്രസിഡന്റ്. കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ എല്ലാ അതോറിറ്റീസിന്റെ സപ്പോർട്ട് ഈ സംരംഭത്തിന് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്രാവശ്യം ചെയ്തത്. പറഞ്ഞ പോലെ ഞാൻ 2 ആഴ്ച മുമ്പ് ഇവിടെ, കഴിഞ്ഞ സൺഡേയിൽ ഞാൻ ഇവിടെ വന്നിട്ട് പോയിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് ഒത്തിരി സംസാരിക്കാനില്ല. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, സേഫ്റ്റി ട്രെയിനിങ്ങിൻ്റെ കാര്യം. ഇപ്പോൾ ഈ നിങ്ങളുടെ പുതുതായിട്ട് സ്വിമ്മിങ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സജിസാറിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അവർക്കും ഒപ്പം നീന്തൽ പഠിക്കുന്നവർക്കും സേഫ്റ്റി, ഇപ്പോൾ ഏതായാലും വെക്കേഷൻ ടൈം ആകുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ല. ഒരു സേഫ്റ്റി ട്രെയിനിങ്, അതായത് ലൈഫ് സേവിങ് ടെക്നിക്സ് അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ്ങിൻ്റെ കാര്യം ഞാൻ ജ്യോത്സ്ന മാമിനോടും കൂടി സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സീസണിൽ നമുക്കത് വേണം. 2ാമത്തെ കാര്യം, ആലുവ നഗരസഭ ഫുട്ബോളിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നീന്തലിനും കൂടി കൊടുക്കണം. നമുക്ക് പെരിയാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. പോലീസ് സാറിനറിയാം. ഒത്തിരി നമുക്ക് ദുഃഖകരം. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സന്തോഷകരമായ ഒരു മൊമെന്റിൽ അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആലുവ നഗരസഭ ഫുട്ബോളിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ അതിൽ കൊടുക്കാൻ ഒരു ലൈഫ് സേവിങ് ഇഷ്യൂ കൂടിയാണ്. അത് സ്വിമ്മിങ്ങിനോട് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കിപ്പോൾ ഇനി ഒരു 5 മാസം, അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മാസമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി റീവാമ്പ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാം. അതിനൊരു പ്രപ്പോസൽ തയ്യാറാക്കാൻ ഞാൻ ശ്രീ സജി അദ്ദേഹത്തിനോട് അസോസിയേറ്റ്സിനോടും പറഞ്ഞിട്ടുണ്ട്. അതിന് CSR ഫണ്ട് നഗരസഭയുടെ സർക്കാരിൻ്റെ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു പ്രപ്പോസൽ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നീന്തൽ പഠിച്ചവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അശ്രദ്ധയോ ആവേശമോ കാണിക്കരുത്. ഒരു നിമിഷത്തെ ഒരു മൊമെന്റില് അശ്രദ്ധയോ ആവേശമോ ആണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്, വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നീന്തൽ പഠിച്ചവരൊക്കെ നിങ്ങൾക്ക് ഒരു സ്കില്ലും കൂടി, കാരണം ഇന്നത്തെ കാലം മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ളവരുടെയാണ്. അപ്പൊ നിങ്ങൾ ഒരു സ്കില്ലും കൂടി നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലൈഫിൽ ഉണ്ടാകും. പക്ഷെ എന്ത് സ്കില്ലുണ്ടെങ്കിലും അശ്രദ്ധയോ ആവേശമോ കൊണ്ട് അപകടങ്ങളിലേക്ക് ചെന്ന് ചാടരുത്, മറ്റുള്ളവരെയും കൊണ്ടുപോകരുത്. ആ ഒരു റിക്വസ്റ്റ് ഞാൻ വളരെ പേഴ്സണലായിട്ട് പറയുകയാണ്. ഔദ്യോഗിക തലത്തിലേക്ക് ചെയ്യാൻ രീതിയിലും എല്ലാവിധ സപ്പോർട്ടും ഞാൻ വാഗ്ദാനം ചെയ്തതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു മാം. നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കർ നവസേസ. 8,000-ഓളം പേരെ പഠിപ്പിച്ചു. കാരണം തന്റെ കുടുംബത്തില് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു കുടുംബനാഥനാണ് അദ്ദേഹം. തന്റെ ജോലിയുണ്ട്, മല്ലാതിൽ നിന്നും വിട്ടുമാറി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് താങ്ങും തണലുമായി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ. നമ്മുടെ എല്ലാം പ്രിയങ്കരയായ ജിജി ചേച്ചിനെ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് കഴിഞ്ഞിട്ടു. കാരണം ചേച്ചിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാറിന് ഇതുപോലെ മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഇതുവരെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോ ഒത്തിരി നന്ദി ചേച്ചിക്ക്. കാരണം ചേച്ചിയുടെ ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങളെല്ലാവരും നീന്തൽ പഠിക്കാനുള്ള കാരണം. ചേച്ചി ഇത്രയും കാലം ചെയ്തു വന്നത് ഒത്തിരി വലിയൊരു കാര്യമാണ്. ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചേച്ചീനെ നമ്മുടെ സമാപന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേജിലേക്ക് കയറി വരുന്നാലും സാറിനെ സംബന്ധിച്ചിടത്തോളം, തന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നീണ്ട 14 വർഷത്തെ ഒരു സ്വപ്നമായിരുന്നു അത്. ഇന്ന് പൂവണിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ചേച്ചി. അപ്പൊ അതുകൊണ്ട് ഈ സന്തോഷത്തിൽ ചേച്ചി പങ്കുചേർന്നു. ചേച്ചി ഇവിടെ നമ്മുടെ കൂടെ ചേർന്നതിൽ നമുക്കും ഒത്തിരി സന്തോഷം. നല്ലൊരു കൈയോടുകൂടി നമുക്ക് ചേച്ചി സ്വാഗതം ചെയ്യാം. വർഷങ്ങളോളം കാത്തിരുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം അതിന് സാക്ഷികളാവുകയും ചെയ്തു. ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പല വർഷങ്ങളിലും
സാറ് ഈ ഇതുപോലത്തെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങൾ സാറിന് നേരിടേണ്ടി വന്നു. പുഴ കുറുകെ കടന്ന് അക്കരയ്ക്ക് നീന്താനായിട്ട് പല തടസ്സങ്ങൾ, സുരക്ഷയുടെ തടസ്സങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം നമ്മുടെ പഠിതാക്കൾ എല്ലാവരും ചേർന്ന് സാറിന്റെ കൂടെ ചേർന്ന് നമ്മുടെ സാറിന്റെ ഈ ഒരു സ്വപ്നം പൂവണിയാനായിട്ട് നമുക്ക് സാധിച്ചു. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നിറകൈയോടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ ആശാനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സദസ്സിലിരിക്കുന്ന പ്രിയരെ, എന്റെ കുടുംബാംഗങ്ങളെ, എന്തോ കുംഭകർണൻ എത്ര മാസം ഉറങ്ങുന്നത്? സാധാരണ 6 മാസം. ഞാൻ 5 മാസമാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അടുത്ത നവംബർ വരെ ഇനി 5 മാസമാണ് കാത്തിരിക്കേണ്ടത് അടുത്ത നീന്തൽ തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ അത്ര താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ ഏകദേശം 4 മണിക്ക് എഴുന്നേക്കും. ഇവിടെ ഒരു 5 മണി 5:10 സമയമാകുമ്പോൾ ഇവിടെ വരും. പല ദിവസങ്ങളിലും 9:30-10 മണി വരെയൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ ഭാര്യ തന്നെയാണ്. പക്ഷെ അവിടെ ഞങ്ങളൊരു ഫർണിച്ചർ കട നടത്താനുണ്ട്. അതിന്റെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇത്തിരി ശ്രദ്ധ കുറവാണ്. അപ്പൊ പുള്ളിക്കാരത്തെ എല്ലാം അത് വിറ്റ് അരി വാങ്ങിക്കാനുള്ള രൂപയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ചോറ് വിളമ്പി വെച്ചു തരും. അത്ര സഹകരിച്ചാണ് പോകുന്നത്. അത്ര അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ കഴിയുന്നത്. ഇത്ര ഈസി ആയിട്ട് വന്ന് നീന്തൽ പഠിപ്പിക്കാൻ കഴിയുന്നത്. ഇന്നലെ ഞാൻ ഏകദേശം 10 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് 10:30 ശേഷമാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കൂടുതൽ വൈകി. അത് ഈ 140 കുട്ടികളെ നീന്തിക്കാൻ വേണ്ടിയിട്ട് കുറെ ട്രെയിനിങ് 26-ാം തീയതി തുടങ്ങിയതാണ് ഇതിന്റെ മാത്രം ട്രെയിനിങ്. അപ്പൊ ഈ വർഷം എനിക്ക് ഒത്തിരി പേര് ആദ്യമായിട്ടാണ് 1620 പേരോളം ഒരു സീസണിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒരു ദിവസം തന്നെ 1000 പേരിൽ കൂടുതൽ പഠിപ്പിക്കാൻ കഴിഞ്ഞത് 2 ബാച്ചായിട്ട്. അപ്പൊ ഞാൻ അടുത്ത വർഷം 1500 പേരെ 3 ബാച്ചായിട്ട് പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് ഉറങ്ങാൻ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലയുള്ള സ്ഥലം സജ്ജമാക്കിയേക്കുന്നത് 70 അടി നീളം 40 അടി വീതിയുള്ളൂ നിലയുള്ള സ്ഥലം. അതായത് ഇത്രയും അവിടെയാണ് നമ്മൾ 28 ദിവസം പഠിപ്പിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്നത്. 28 ദിവസം കഴിഞ്ഞാലാണ് നിലയില്ലാത്ത സ്ഥലങ്ങൾ ഇത് മുഴുവൻ തിരിച്ചെടുത്ത് നമ്മൾ ഇങ്ങോട്ട് വിടുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം വന്ന് നോക്കുന്നത് എന്തോരം വെള്ളം ഉണ്ടെന്നാണ്. ആദ്യം വന്ന് വെള്ളത്തിന്റെ അളവെടുക്കും. ഈ അളവെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടികൾ തുടങ്ങി വലിയവർ വരെ നീന്തൽ പഠിക്കാനുണ്ട്. എന്നും വെള്ളത്തിന്റെ സ്കെയില്, അതായത് ഇന്ന് നമ്മൾ 5:30 നോക്കുന്ന വെള്ളമായിരിക്കില്ല, 7:30 ആകുമ്പോഴത്തേക്കും വെള്ളം കൂടും, ചിലപ്പോൾ കുറയും. കുറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കുണ്ടാവും, കൂടി കഴിഞ്ഞാൽ നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വർഷം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം പോലും നീന്തൽ പഠിപ്പിക്കാതിരിക്കാൻ ഇട വന്നിട്ടില്ല. എല്ലാ ദിവസവും ഏകദേശം ക്രമമായിട്ട് കിട്ടി. നമുക്ക് ഒരേ ഒരു ദിവസം മാത്രമാണ് ഞാൻ വരാതിരുന്നുള്ളൂ. അന്ന് ശിവരാത്രി ആയിരുന്നു. ഈ ഭാഗത്തേക്ക് വണ്ടികളൊന്നും വിട്ടില്ല ആരും. ഞാൻ വേണമെങ്കിൽ പോയേക്കൂടെ അതിൽ ഇറങ്ങി ആശ്രമത്തിന്റെ അടുത്ത് നീന്തി വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവർക്കൊന്നും വരാൻ പറ്റില്ല. ഇവിടെ ഒന്നും വണ്ടികൾ ഇങ്ങോട്ട് വിടൂല. അപ്പൊ അതിന്റെ പേരിൽ പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് അന്ന് മാത്രം നടത്താൻ പറ്റിയില്ല. നവംബർ 7 തുടങ്ങി ഏകദേശം 7 മാസം ഞാൻ പഠിപ്പിച്ചു. ഒരു ദിവസമെങ്കിലും വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ പേടി മാറ്റാൻ കഴിയും. വെള്ളത്തിൽ നമ്മൾ കരയെ കൂടെ നടക്കുന്ന അതേ പ്രവൃത്തി വേറെ ദിശയിൽ കൈയും കാലും ചലിപ്പിച്ചു കഴിഞ്ഞാൽ നീന്തലായി. വേറെ ഒന്നുമില്ല നീന്തല്. വെറുതെ വെള്ളത്തിൽ കിടന്നിട്ട് കൈയും കാലും ഇങ്ങനെ അനക്കി കൊടുക്കൽ മാത്രമുള്ള നീന്തല്. അത് പഠിപ്പിക്കലാണ് ഇവിടെ ഈ മീറ്റിങ്ങിലും അവിടെ ഇറക്കി വെള്ളത്തിൽ നിർത്തി അത് മാത്രം പഠിപ്പിക്കലുള്ളൂ. നിങ്ങളുടെ കൈയും കാലും നിങ്ങൾക്ക് അനക്കാൻ പറ്റും. അത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അതിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ നീന്തൽ. അല്ലാതെ നീന്തൽ വലിയ സംഭവമല്ല, ഒരു സംഭവമല്ല. ആർക്ക് വേണമെങ്കിലും നീന്താൻ കഴിയും. 2 കൈയിലേക്ക് നീന്താൻ കഴിയും, 2 കാലിലേക്ക് നീന്താൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70-40 7 ട്രാക്കായിട്ട് തിരിക്കും. 7 ട്രാക്കായിട്ട് തിരിച്ചിട്ട് അതിന്റെ നടുക്ക് കയറ് കിട്ടും. അപ്പൊ 70 അടി നീളം 40 അടി വീതി നമുക്ക് പുഴയിൽ ഇപ്പൊ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇത് മുകളിലാക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ 7 സെക്ഷൻ 2 ആക്കി കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ നമ്മള് 7 സെക്ഷൻ 2 ആക്കിയ 14 സെക്ഷൻ കിട്ടി. ഈ 14 സെക്ഷനിൽ നമ്മള് 20 പേരെ വെച്ചാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ 250 പേരെ ഒരേ സമയം ഒരു സ്വിമ്മിംഗ് പൂൾ, അത്ര വലിയൊരു സ്വിമ്മിംഗ് പൂൾ പറഞ്ഞു കഴിഞ്ഞാൽ 15 പേരെ അല്ലെങ്കിൽ 20 പേരെ മാത്രമാണ് ഒരു സമയത്ത് പഠിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് മാത്രം 1 മണിക്കൂർ കൊണ്ട് 280 പേരെ പഠിപ്പിക്കാം. ഞാൻ ഏകദേശം 3 മണിക്കൂർ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ.
5 തുടങ്ങി എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 5 തുടങ്ങി 6, 6 തുടങ്ങി 7, 7 തുടങ്ങി 8 വരെ 280 × 3 അങ്ങനെ 540 വരെ ഒരു ദിവസം തന്നെ ഒരു അപകടം ഇല്ലാതെ പഠിപ്പിക്കാൻ കഴിയും. ഒരപകടം, അതായത് ഇവിടെ മോളിലൊരു സൗകര്യം, ഒരു 3.5 അടി വെള്ളം കിട്ടിയാൽ മതി. എനിക്ക് 3.5 അടി വെള്ളം ഞാൻ വരുമ്പോൾ ഇവിടെ ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് അത് ഇവിടുന്ന് രാത്രി കാലങ്ങളിൽ 2 മോട്ടോർ വെച്ച് അടിച്ചെടുത്ത് ജില്ലാ ഭരണകൂടം മുഴുവൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ 50 കിലോമീറ്റർ ദൂരെ എന്ന് തുടങ്ങിയ ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. 50 കിലോമീറ്റർ അകലെ എന്ന് തുടങ്ങി. അപ്പൊ ഈ എറണാകുളം ജില്ലയിലെ ആളുകൾക്ക് മുഴുവൻ ഇവിടെ വന്ന് പഠിക്കാൻ കഴിയും. ഞാനില്ലാതെ ആയാൽ പോലും ഈ പുഴയിൽ വെള്ളം ഉള്ളിടത്തോളം കാലം ആളുകൾ മുങ്ങി വച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നീന്തൽ പഠിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ, ഇത് ഗവൺമെന്റിന്റെ സ്ഥലമാണ്, ഒരു 70-40 ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു 3.5 അടി വെള്ളം, ഈ വെള്ളം വന്നിട്ട് നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നമുക്ക് പുഴയിലേക്ക് തുറന്നുവിടാം. എന്നിട്ട് രാത്രി കാലങ്ങളിൽ 2 മോട്ടോർ വെച്ച് അടിച്ച് നിറച്ചിടണം. അപ്പൊ അങ്ങനെ പഠിപ്പിക്കാൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തരാണെങ്കിൽ ഇവിടെ നിരവധി ആളുകൾക്ക്, അതായത് ഇപ്പൊ ഞാൻ എണ്ണം പറഞ്ഞില്ലേ, അത് പിന്നെ നമ്മൾ 28 വർഷം കഴിഞ്ഞിട്ട് പുഴയിലേക്ക് ഇറക്കും. ഈ പുഴ മുഴുവൻ നമുക്ക് പിന്നെ പഠിക്കാം. അതായത് 28 വർഷം ആകുമ്പോഴത്തേക്ക് ശരിക്കും നീന്തൽ പഠിക്കും, വെള്ളത്തിൽ മുങ്ങി പോകാത്ത ഒരു അവസ്ഥ വരും. പിന്നെ തൊഴിഞ്ഞിടില്ല, അങ്ങനെ കുറെ പ്രോസസ്സിംഗ് ഉണ്ട് പുഴ നീന്തി കടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് സജ്ജീകരിക്കാം. ഇവര് എല്ലാവരും മനസ്സ് വെച്ച് ഇന്ന് തന്നെ തുടക്കം കുറിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും ഇവിടെ വന്ന് നീന്തൽ പഠിപ്പിക്കാം. ഇനിയിപ്പോ നാളെ തുടങ്ങി, അതായത് 31-ാം തീയതി എടുക്കുമെന്നാണ് പറഞ്ഞാൽ, പിന്നെയും മഴ നീട്ടി കാലാവസ്ഥാ നിരീക്ഷകരുടെ 4-ാം തീയതി തുടങ്ങി അപ്പോൾ പറഞ്ഞു. അപ്പൊ നമ്മളും പഠിപ്പിക്കൽ നീട്ടി 4-ാം തീയതി വരെയാക്കി. അങ്ങനെയാണെങ്കിൽ 4-ാം തീയതി വരെ ആക്കിയത്. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം തുടങ്ങി മിക്കവാറും മഴ തുടങ്ങും. മഴ ശരിക്കും തുടങ്ങി 2 മഴ തുടങ്ങി പുഴയിലേക്ക് ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് ഇപ്പൊ ഈ 140 പേർക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. ശരിക്കും നീന്തൽ പഠിച്ചവർക്ക് മാത്രമേ പിന്നെ ഇറങ്ങാൻ കഴിയുള്ളൂ. പിന്നെ അങ്ങനെ ഭയങ്കര മഴ, വെള്ളപ്പൊക്കം കാര്യങ്ങള്. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നീന്തൽ പഠിക്കാം. നീന്തൽ പഠിക്കുന്നത് ഒരാളുടെ ജീവൻ രക്ഷകത്തിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ ലത്തീഫ് ഉൾപ്പെട പറഞ്ഞ പോലെ അനവധി ആളുകളെ രക്ഷിക്കാം. ഇപ്പൊ ഒരാൾ അവിടെ ചാടി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പല ആളുകളും പോയി അവിടെ പിടിച്ചുകൊണ്ടുവരും. ഒരാള് വെള്ളത്തിൽ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ 7 ദിവസത്തോളം 2 മണിക്കൂറോളം തൊഴിഞ്ഞു തന്നെ ആൾക്കാരാണ് 30 അടി 40 അടി താഴ്ചയില്. അത്രയും ട്രെയിനിങ് കഴിഞ്ഞാലാണ് നമ്മൾ പുഴ നീന്തിയുള്ളൂ. പിന്നെ മണ്ണില് വാറില് പോലീസുകാരോട് ഇരിക്കുമ്പോ പറയാൻ പാടില്ല. അതാണ്. എൻ്റെ പേര് നിഷ, കുസാറ്റ് മാത്തമാറ്റിക്സ് ഗവേഷണ വിദ്യാർത്ഥിയാണ്. മണലുവാറില് ആദ്യമായിട്ട് വരുന്നത് നമുക്ക് HS സെക്ഷൻ കഴിയുമ്പോഴാണ്. HS എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ദിവസം മുങ്ങിയിരിക്കുക, അത് കഴിഞ്ഞ് 4 ദിവസം സൂപ്പർമാൻ, 4 ദിവസം UKG, 4 ദിവസം LP, അത് കഴിഞ്ഞ് 4 ദിവസം UP, വീണ്ടും 4 ദിവസം UPB. ആ UPA UPB എന്നുള്ള ട്രാക്ക് തന്നെ ഇത്തവണ വന്നത് ഞാൻ കാരണമാണ് UPAയില്. അപ്പൊ പക്ഷെ നിലയുള്ള സ്ഥലത്ത് ശ്വാസം എടുത്ത് പഠിച്ചിട്ട് UPB എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കി. HS 8 ദിവസം. ഈ 8 ദിവസം കഴിഞ്ഞിട്ട് 70 അടി നമ്മൾ 8 ദിവസം 70 അടി നീന്തുന്നു. ഈ 70 അടി ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ ഒരു മണലുവാരലുണ്ട്. അത് നമ്മളുടെ കടവിൽ നിന്ന് 70 അടി അകലത്തില് ഒരു പോയിന്റിൽ പോയിട്ട് താഴ്ത്തി മണൽ വാരിച്ചെടുക്കും. ഇതുപോലെ തന്നെ അത് കഴിഞ്ഞ് +1 +2 നമ്മൾ 8 ദിവസം നീന്തും. പിന്നെ ഒരു ട്യൂബ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് പിന്നെ 1 അവർ തുഴഞ്ഞു കിടക്കണം. 1 അവർ തുഴഞ്ഞു കിടക്കുന്നത് നമ്മൾ എന്നാണോ കംപ്ലീറ്റ് ആകുന്നത് അന്ന് വീണ്ടും ഇതുപോലെ തന്നെ മണൽ വാരും. ആ സമയത്തും 10 അടി താഴ്ചയിൽ നമ്മൾ താഴ്ത്തി മണൽ വാരിക്കും. അത് കഴിഞ്ഞ് PGയില് 1 മണിക്കൂർ വെച്ചിട്ട് 2 ദിവസം നമ്മൾ തുഴഞ്ഞു കിടക്കണം. ആ ദിവസങ്ങളിലും ഇതുപോലെ തന്നെ മണൽ വാരിക്കും, അതും ഇതേ 10 അടി താഴ്ചയില്. PGയില് 4 ദിവസം 2 മണിക്കൂർ വെച്ച് തുഴഞ്ഞു കിടക്കുക. PhD എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. അതില് 6 ദിവസം, 6 ദിവസത്തില് 4 ദിവസം നമ്മൾ മണൽ വാരണം. അങ്ങനെ ഇത്രയും മണൽ വാരലുകൾ കഴിഞ്ഞാണ് നമ്മൾ ക്രോസിംഗിലേക്ക് പോകുന്നത്. ഈ മണൽ വാരൽ PhDയില് 4 ദിവസം നമ്മൾ മണൽ വാരല് കഴിഞ്ഞ് ഹാഫ് ക്രോസിംഗിന് പോകും. ഓരോ ദിവസവും മണൽ വാരുക, 1 മണിക്കൂർ ആദ്യം PhDയിൽ നീന്തുക, പോയി മണൽ വാരിയിട്ട് ആ വഴി നമ്മളെ ഹാഫ് ക്രോസിംഗിന് കൊണ്ടുപോകും. ഹാഫ് ക്രോസിംഗ് തൊട്ടപ്പുറത്തെ കടവ് വരെയാണ്, 380 മീറ്റർ. ക്രോസിംഗ് എല്ലാ സാറ്റർഡേയ്സും ഉണ്ടായിരുന്നു.
780 മീറ്റർ ആണ് നമ്മൾ ക്രോസിംഗിൽ ഇന്ന് ചെയ്ത സെയിം മോഡൽ തന്നെയാണ്. നമ്മള് മണ്ഡപം നടുവിന്ന് ഓപ്പോസിറ്റ് ഫ്ലാറ്റ് വരെ പോയിട്ട് ഇല പറിച്ചിട്ട് നമ്മൾ തിരിച്ച് കടവിൽ കയറാം. ഇതായിരുന്നു നമ്മളുടെ നീന്തലിന്റെ കരിക്കുലം. 5 ദിവസം കഴിയും ഇത്രയും നീന്തൽ, അതായത് പുഴ നീന്തൽ കൊടുക്കണേ 16 ദിവസം മതി അത്യാവശ്യം നീന്തൽ പഠിക്കാൻ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് തന്നെ നമ്മുടെ മോളിലുള്ള സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാൻ പറ്റില്ല, പുഴയുടെ തന്നെ ഒരു ഭാഗമായിട്ട് ചെയ്താൽ മതി. അപ്പൊ വെള്ളം കൂടെ അടിച്ചെടുക്കുക. ആ വെള്ളം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് കഴുകി വിടുക, അന്ന് തന്നെ വിടുക. വീണ്ടും വ്യത്യാസം വൈകുന്നേരം രാത്രി വെള്ളം നിറയ്ക്കുക. 2 മോട്ടർ കൂടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് അത് വെറുതെ വാൽവ് വെച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെള്ളം അവിടെ പോകും. വെള്ളം ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കൂല. ഇവിടെ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. രാവിലെ മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ 3 മണിക്കൂർ കൊണ്ട് 540 പേരെ ഇതിന്റെ അകത്ത് പഠിപ്പിക്കും. പിന്നെ അതിന്റെ അകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും, എത്ര പേര് വേണമെങ്കിലും. അപ്പൊ 1000 പേര് വേണമെങ്കിൽ ഒരു ദിവസം പഠിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ 1500 പേരെ പഠിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഒരുക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഒത്തൊരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ, അതിന് നിങ്ങളെല്ലാവരും കൂട്ടുനിൽക്കൂല. എന്റെ കൂടെ നിങ്ങൾ ഈ നീന്തൽ പഠനത്തിനായി മോഹിത്തെത്തുമ്പോൾ മോഹിത്ത് ഒട്ടും തന്നെ സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ നീന്തൽ പഠനം പുരോഗമിക്കും തോറും അവയിൽ വളരെ വലിയ മാറ്റം വന്നു. ഇപ്പോൾ മോഹിത്ത് നമ്മുടെ സാറിന് വേണ്ടി ഒരു പാട്ട് പാടാനാണ് ഇപ്പോൾ വേദിയിൽ എത്തിയിരിക്കുന്നത്. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. മോഹിത്തിനെ കുറിച്ച് 2 വാക്ക്. മോഹിത്ത് ശരിക്കും നീന്തൽ തുടങ്ങിയെന്ന് നവംബർ 7 തന്നെ വന്ന 8 വ്യക്തിയാണ്. അവര് ലേക്ഷർ ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. തൊട്ടടുത്തുള്ളതല്ല, തൊട്ടടുത്തുള്ളവരൊക്കെ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ മോഹിത്ത് ഇവിടെ വരുമ്പോ മോഹിത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാര വൈകല്യമുള്ള കുട്ടിയാണ് മോഹിത്ത്. അതുകൊണ്ട് നമ്മുടെ പേര് പോലും പറയാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെ മനോജ് ഇങ്ങനെ പറഞ്ഞു. അതിന്റെ പേരിൽ നമ്മൾ എന്നും ഇവന്റെ പേര് ചോദിക്കും, ഇവന്റെ വഴി ചോദിക്കും. അങ്ങനെ എല്ലാം ചോദിച്ച് കുറേശ്ശെ പറയിപ്പിച്ച് പിന്നെ ഞാൻ എല്ലാവരോടും ഈ മീറ്റിങ്ങിൽ പറഞ്ഞു ഇവനുമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം ഡെയിലി. അങ്ങനെ എല്ലാവരും കുറേശ്ശെ സംസാരിപ്പിച്ചു. അങ്ങനെ നമുക്ക് സംസാരിക്കില്ലാത്തവരെ സംസാരിപ്പിച്ചെടുക്കാനുള്ള ഒരു ക്രിയയും കൂടെ ഇവിടെ നീന്തലിന്റെ ഭാഗമായിട്ട് നടന്നു. അപ്പൊ മോഹിത്ത് അപ്പൊ നീന്തൽ നല്ല രീതിയിൽ നീന്തൽ പഠിച്ച് പെരിയാർ ക്രോസ് ചെയ്തു. പല ദിവസങ്ങളിൽ, ഒത്തിരി ദിവസങ്ങളിൽ ക്രോസ് ചെയ്തു. അപ്പൊ അതിലും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചിനെ സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് ഇവന്റെ സ്കൂളിലെല്ലാം ചർച്ചാ വിഷയമാണ്. എന്റെ ഈ വർഷത്തെ നീന്തൽ പഠിപ്പിച്ചതിൽ എനിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഒരു വ്യക്തിയാണ് മോഹിത്ത്. ഇനി മോഹിത്തിനെ കുറിച്ച് മോഹിത്തിന്റെ അച്ഛൻ 2 വാക്ക് സംസാരിക്കും. എന്റെ പേര് മനോജ്, മോഹിത്തിന്റെ അച്ഛനാണ്. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഇത്ര ക്രൗഡ് കാണുമ്പോഴൊക്കെ കൊച്ചിനെ ഭയങ്കര പേടിയായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവരുമായിട്ട് കൂട്ടുകൂടുകയും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴേക്കും നല്ല മാറ്റം വരികയും നല്ലപോലെ 4 മാസം കൊണ്ടാണ് ഇവിടുന്ന് ഉള്ള മാറ്റം കിട്ടുന്നത്. കൊച്ചിന് 7 വയസ്സായി. 6 വയസ്സ് വരെ ഒന്നും സംസാരം തന്നെ അച്ഛനും പേര് മാത്രമൊക്കെ പറയുള്ളായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നേക്ക് ചോദിച്ച എല്ലാ മറുപടിയും എല്ലാ കാര്യങ്ങളും പറയും. സജി സാറ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിർത്തി എല്ലാത്തിനും എല്ലാവരും കണ്ട് പറയുമായിരുന്നു, സംസാരിക്കാനും പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ മെയ് 6 അത് പുഴ ക്രോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ കുറെ പാട്ടുകൾ പാടി എല്ലാവരുമായിട്ടും കളിയും ചിരി. പിള്ളേരും ഇവിടെ വരുന്ന പാരന്റ്സ് സ്വന്തം മക്കളെക്കാട്ടും കൂടുതൽ നോക്കണത് മോഹിത്തിനായിരുന്നു നോക്കണത്. പിന്നെ മോഹിത്ത് ഒച്ച എടുക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഒച്ച ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിപ്പിച്ച ഒരു സമ്മാനമാണ്, ഒരു സ്പെഷ്യൽ സമ്മാനമാണ്. ആഘോഷത്തിന് വരെ കഴിഞ്ഞ് ആരും തന്നെ വേഗം വീടുകളിലേക്ക് പോകരുത്. ഈ സ്റ്റേജും ഈ കസാരകളും. എന്റെ പേര് ജിജി, ഞാൻ സജി സാറിന്റെ വൈഫാണ്. എനിക്ക്
രാത്രി കിടക്കുമ്പോഴെല്ലാം സജി സാറിന് നീന്തലിന്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. രാവിലെ 4:30 മണിക്ക് അലാറം വെക്കും. എന്നോട് പറയും, അലാറം വിജയ് കേൾക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ കേട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചു ഉണർത്തണോട്ടോ എന്ന് പറയും. ഞാൻ അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ 6 മാസം ഷിപ്പിലെ ആൾക്കാരുടെ ജോലി പോലെയാണ്. 6 മാസം ഷിപ്പിലും 6 മാസം കരയിലും. അതുകൊണ്ട് 6 മാസം മാത്രമാണ് എനിക്ക് കിട്ടുള്ളൂ. 6 മാസം ഇവിടെ കുടുംബമായിട്ട് ഇവിടെയാണ് താമസം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ നീന്തൽ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സാറിന്റെ അടുത്ത് നീന്തൽ പഠിക്കാൻ എല്ലാവർക്കും അറിയാലോ, ആരും ഒരു ഭാര്യമാരും അത് ശരിയാവില്ല പഠിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ നീന്തൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നീന്തലിന്റെ കാര്യം മാത്രം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റി നിർത്തുന്നു. കുഞ്ഞുമക്കളെ, പ്രായമാവുന്നവരും പിള്ളേരെ കൂട്ടി ചെറുതാവാനാണ് എന്റെ ശ്രമം. പിള്ളേരുടെ കൂടെ നിന്ന് പിള്ളേരുടെ കൂടെ. അപ്പൊ പ്രായം ഞാൻ പറയുന്നില്ല. ആൻജോ പ്രത്യേകം പറഞ്ഞു സാറിന്റെ പ്രായം പറയണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണക്കൂട്ടിയെടുത്തോ. 1964 ജൂൺ 5-നാണ് ഞാനും ഉണ്ടായത്. അപ്പൊ ഇത് ഒരു ദിവസം മുമ്പാണ് എനിക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കണക്കൂട്ടിയെടുത്തോ എത്ര വയസ്സാണ് എന്നോട് പറയണം. ഞാൻ എന്റെ വയസ്സ് പറയുന്നില്ല. അപ്പൊ മുറിക്കാം കേക്ക് കുടിക്കാം.